ഹായ് ഫ്രണ്ട്സ്, മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. 2025 മാക്സിമം ബേക്കറി പലഹാരങ്ങളെല്ലാം കുറച്ച് വീട്ടിൽ തന്നെ അവർക്ക് എല്ലാ നല്ല ഭക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹൈ പ്രോട്ടീൻ ലെൻറ്റിൽ ദോശ വിത്ത് പനീർ ബുർജിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന കളറിലുള്ള ഡാലും പിന്നെ ഒരു മിക്സ്ഡ് ഡാലുമാണ്. 5 വെറൈറ്റി പരിപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്താൽ മതി. 2 കപ്പ് ഡാല് വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ കുതിർത്തി വെച്ച് ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം. നമുക്ക് ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്ത് വെക്കാം. പനീറിൻ്റെ ഫില്ലിങ്ങും ചട്നി ഉണ്ടാക്കാം. ആദ്യം പനീർ ഒരു മിക്സറിലിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്താലും മതി. നോൺ വെജ് ഓപ്ഷൻ വേണ്ടവർക്ക് ഇതേ സ്ഥാനത്ത് ചിക്കൻ ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ ഇതേ സ്ഥലത്ത് നമുക്ക് പനീറിനെ റീപ്ലേസ് ചെയ്ത് ചിക്കൻ ആക്കാം. അപ്പോൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട്, അതല്ലെങ്കിൽ ചിക്കൻ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ് കുറച്ച് വെജിറ്റബിൾസുമായിട്ട് സോട്ടേ ചെയ്ത് ദോശയിൽ വെച്ച് കുറച്ച് മയണൈസ് അല്ല കോക്ടെയിൽ സോസ് വെച്ച് റാപ്പ് ചെയ്ത് അങ്ങനെയും കഴിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും അരിഞ്ഞെടുക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി 1/2 സ്പൂൺ ജീരകം പൊട്ടിക്കുക. ഒലിവ് ഓയിലാണ് കുക്ക് ചെയ്യാനായിട്ട് നല്ലത് നമുക്ക്. എന്നിട്ട് ഇതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഇത് ലൈറ്റായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറാവണ്ട. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം കളർ മാറി വരുമ്പം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ല ഇളക്കി കൊടുക്കുക. ഒന്ന് പച്ചമണം മാറി മൂത്ത് വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ പനീർ കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പനീർ ചേർക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാകും. നമ്മുടെ മിക്സ് നല്ല പരുവത്തിന് കിട്ടും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ നമ്മൾ ഇനിയും ചേർത്ത് കൊടുക്കണം. പനീർ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കുക്കാവും. നമ്മുടെ പനീർ ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തേങ്ങാ ചമ്മന്തിയും കൂടി അരച്ചെടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ഉണ്ടാക്കിയാൽ മതി. നമുക്കിതിവിടെ ശീലമാണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ ആയത് കാരണം നല്ല കട്ടിക്കിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല മയത്തിലായി കിട്ടും. എന്നിട്ട് ഇച്ചിരി ഇഞ്ചിയും ഉള്ളിയും മുളക് പൊടിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നമുക്കൊരു കട്ടച്ചമ്മന്തി പെട്ടെന്ന് അരിച്ചെടുക്കാം. ഇവിടെ എല്ലാവർക്കും നല്ല വിശപ്പ് തോന്നുന്നു. നമുക്ക് വേഗം ദോശ ഇട്ടെടുക്കാം. ഇങ്ങനെ 2 ദോശ കഴിക്കുമ്പോൾ നമുക്ക് 9 to 15 ഗ്രാം പ്രോട്ടീൻ കിട്ടും ഇതിൽ നിന്ന്. കൂടാതെ 100 ഗ്രാം പനീറിൽ 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പം നമുക്കിന്ന് ഒരു ദിവസം കിട്ടേണ്ട ഒരു 30-40% പ്രോട്ടീൻ നമുക്ക് ഇതിൽ നിന്ന് മാത്രം കിട്ടും. നല്ലൊരു ഹെൽത്തി മീലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത്. മിച്ചം വന്ന മാവുണ്ടെങ്കിൽ ഒരു ബൗളിലാക്കി അടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. അത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ പുളിച്ച അതിൻ്റെ ടേസ്റ്റ് പോകും. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലത് മാത്രം വരട്ടെ.